എനിക്ക് നാട് കാണാൻ പോണം. തീർത്തു. അപ്പോൾ ഇതുവരെ ഒരു മാറ്റം ഉണ്ടായിട്ടില്ല എന്നാണോ താങ്കൾ പറയുന്നത്? പഞ്ചായത്തോറും ബീവറേജ് വന്നില്ലേ? പിന്നല്ലാണ്ട് അടുത്ത ഒപ്പിയാണ് 25 റുപ്യ കൂട്ടി. അതൊക്കെ വലിയ വലിയ മാറ്റങ്ങളല്ലേ? അല്ല, ഇതൊക്കെ ഇനി പാട്ട് സ്റ്റോക്ക് ഇല്ല. എനിക്കിനി തെറിയേക്കുള്ള ആരോഗ്യമില്ല കേട്ടോ. പ്രാചീന കേരളത്തിൽ നിന്നും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായില്ലേ? വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചില്ലേ? മാറുമറക്കാനുള്ള സ്വാതന്ത്ര്യം ലഭിച്ചില്ലേ? സതി പോലുള്ള എത്ര എത്ര അനാചാരങ്ങൾ കരുതി വരുത്തി. പിന്നെ കൃഷിഭൂമിയെല്ലാം കൃഷിക്കാരന് സ്വന്തമായില്ലേ? കുടികിടപ്പ് അവകാശം കിട്ടിയില്ലേ? ഇതിലൊന്നും താങ്കൾ തൃപ്തനല്ലെന്നാണോ? പറഞ്ഞത് വളരെ കറക്റ്റാ. മനുഷ്യന് സ്വാതന്ത്ര്യം കിട്ടി, എല്ലാ സ്വാതന്ത്ര്യവും. ആ സ്വാതന്ത്ര്യങ്ങളൊക്കെ ദുരുപയോഗം ചെയ്യുന്നത് കൊണ്ടല്ലേ മനുഷ്യന് വേണ്ടി നേടിയെടുത്ത സ്വാതന്ത്ര്യം ഈ നാടിന്റെ തന്നെ സംസ്കാരത്തിന് വിലങ്ങുകളായത്. സ്വാതന്ത്ര്യം എങ്ങനെ വിലങ്ങാം? ഒന്ന് വിശദീകരിക്കാമോ? വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യം തന്നെയല്ലേ ഏത് നടവഴിയിൽ വെച്ചും പകൽ വെളിച്ചത്തിൽ പോലും പിഞ്ചു പെൺകുട്ടികളെ ക്രൂരമായി പീഡിപ്പിച്ച് കൊല ചെയ്തു തള്ളാൻ പ്രേരിപ്പിച്ചത്. മാറുമറയ്ക്കാനുള്ള സ്വാതന്ത്ര്യം ഇപ്പോ മാറു തുറന്നു കാട്ടി നടക്കാനും തുള്ളിക്കളിക്കാനുള്ള സ്വാതന്ത്ര്യമായില്ലേ? കൃഷി ചെയ്യാനെന്ന പേരിൽ കൃഷിക്കാരന് സ്വന്തമായ ഭൂമിയല്ല മണ്ണിട്ട് നികത്തി. കൃഷിഭൂമി കൃഷിക്കാരന്, എന്നിട്ട് കൃഷിക്കാരനെവിടെ? കൃഷിഭൂമി എവിടെ? എനിക്ക് നാട് കാണാൻ പോണോ? ആർപ്പ് വിളിക്കണോ? ഇതൊക്കെ കേട്ടപ്പോ മൂട് പോയി. അതെ, താങ്കളുടെ മക്കളെ കുറിച്ച്? എനിക്കൊരു മോനുണ്ട്. ഞാൻ ഈ വേഷം കെട്ടി നിൽക്കുന്നത് അവനെങ്കാൻ കണ്ട എന്റെ വഴക്ക് പറയും. അതെന്തിന്? അതെ, ഇത്തരം ചോദ്യങ്ങളൊക്കെ വേണമെങ്കിൽ ഞങ്ങളൊന്ന് നാട് നടന്ന് കണ്ടിട്ടോ. ആദ്യമായിട്ട് ഓണം അടിച്ചു കൊടുക്കാനുള്ള നിർത്തു. ഇയാളെ ഞാൻ വീണ്ടും തെറിയേക്കേണ്ടി വരും തോന്നണത്. അവസാനമായി മാധവേട്ടൻ, ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ക്യാമറയിലേക്ക് നോക്കി ഒരു ഓണാശംസ പറയാമോ? ഒന്ന് നിർത്തണം. കോപ്പിലെത്തന്റെ ഒരു ഇന്റർവ്യൂ. അച്ഛൻ ഇത് എന്ത് ഭാവിച്ച ഒരു മാവേലി മന്നൻ. അങ്ങോട്ട് വീട്ടിലേക്ക് വാ, ബാക്കി ഞാൻ അവിടെ നിന്ന് പറയാം. ഇത് വലിയ ക്രൂരതയാണ്. ഒന്നുമില്ലെങ്കിലും വയസ്സായ ഒരാളല്ലേ. താനൊന്നും നിർത്തണോക്കില്ലേ? ഉണ്ടായിരുന്ന വീടും മണ്ണുമൊക്കെ നാട്ടുകാർക്ക് ദാനം കൊടുത്ത് മഹാബലിയായി നടന്നപ്പോ പട്ടിണിയിലായത് ഞാനും പാവം എന്റെ അമ്മയാ. അന്ന് ഒരു നേരത്തെ ആഹാരം പോലും കഴിക്കാനില്ലാതെ ഞങ്ങൾ 3 പേരും പട്ടിണി കിടക്കുമ്പോ അച്ഛന്റെ ദാനം ഏറ്റുവാങ്ങി പണക്കാരായവരാരും ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. ഈ പത്രങ്ങളും ഈ മാധ്യമങ്ങളും ഒന്നും ഞങ്ങളുടെ വീടിന്റെ അടുക്കള കണ്ടിട്ടില്ല. എന്നിട്ടൊരു ഇന്റർവ്യൂ. താങ്കൾ പറയുന്നത് ശരിയായിരിക്കാം, പക്ഷേ താങ്കൾ ഇപ്പോൾ ഇമോഷണലാണ്. റിലാക്സ്. അപ്പോൾ താങ്കൾ ഇതുവരെ ഓണം ആഘോഷിച്ചിട്ടില്ലേ? ഓണം ആഘോഷിക്കാനുള്ളതല്ല, അനുസ്മരിക്കാനുള്ളതാണ്. സ്വന്തമായി ഉണ്ടായിരുന്നതെല്ലാം ദാനം കൊടുത്ത് അവസാനം സ്വന്തം ശരീരം പോലും സ്വയം ബലി കഴിച്ച് അങ്ങ് പാതാളത്തിലേക്ക് ആണ്ടുപോയ മഹാബലി തമ്പുരാന്റെ ദയനീയമായ ഓർമ്മകളെയാ നിങ്ങളൊക്കെ ഇവിടെ ആഘോഷമാക്കി മാറ്റുന്നത്. അവിടെ നോട്ട് ദ പോയിന്റ്. മാവേലി പാതാളത്തിലേക്ക് പോയി എന്ന് പറയുന്നത് ശരിയാണ്, പിന്നെ പറഞ്ഞത് ശരിയല്ല. അതെ, ഈ മാവേലി തമ്പുരാൻ തന്റെ പ്രജകളായി ഞങ്ങളൊക്കെ കാണാൻ വരുമ്പോ ഞങ്ങൾ അതിനെ വരവേൽക്കുന്നതിനെയാണ് ആഘോഷമാക്കി മാറ്റുന്നത്. എന്താ ശരിയല്ലടോ? ശരിയാണോ? ശരിയാണോ? ചോദിച്ചേ.
മനുഷ്യരെല്ലാരും ഒന്നുപോലെ. കേരളത്തിലെ മനുഷ്യരെല്ലാം ഒരുമയോടെയാണെന്ന് പറഞ്ഞ അത് ശരിയാണോ? അങ്ങനെ വെച്ചെങ്ങനെ ശരിയാ? അതെ, സംഭവം ഞങ്ങളെ പേര് കീരിയും പാമ്പോന്നൊക്കെയാണെങ്കിലും ഞങ്ങൾ തന്നെയാണ് ഒരുപോലെ അല്ലടാ. മണ്ടത്ര കള്ളുടിക്കുമ്പോ മാത്രം, പിന്നെ ബീവറേജിൽ വരിക്കുമ്പോഴും കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം. കളവും ചതിയും അഴിമതിയും ഇതൊന്നുമില്ലാത്ത നാടാണ് നമ്മുടെ കേരളം എന്ന് പറഞ്ഞാൽ അത് ശരിയാണോ? ഇപ്പൊ മാധവേട്ടനോ പറഞ്ഞു വളരെ കറക്റ്റാ. അങ്ങനെ പറ. ഇവിടെ കള്ളവും ചതി കുതുകാൽ വെട്ടില്ലാണ്ട് ഒരു വണ്ടാറുമില്ല. അതൊക്കെ ഇവിടുത്തെ ജനകീയ ജനാധിപത്യ രാഷ്ട്രീയത്തിന്റെ ഒരു ഭാഗമല്ലടാ. അത് അവര് നോക്കിക്കോളും. അതിന് നമുക്കെന്താ? അതെ, അതും കൂട്ടി ഇവിടെ അടിപൊളി ഇല്ല, കൂട്ടിക്കൊഴിക്കുന്നില്ല. ഇപ്പറഞ്ഞ ഓണാഘോഷങ്ങൾക്ക് കാരണക്കാരനായ മഹാബലി തമ്പുരാൻ വിഭാവനം ചെയ്ത ഏതെങ്കിലും ഒരു കാര്യം നമുക്ക് പാലിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്തോ അവിടെ നിൽക്ക്. നിങ്ങൾ ഇങ്ങനെ പോയാൽ എങ്ങനെയുണ്ട മക്കളെ? നമുക്ക് നമ്മുടെ മാവേലി തമ്പുരാനെ വരവേൽക്കണ്ടേ? കപടതയുടെ പൊയ്മുഖം വെച്ച് ഈ കാപട്യ കാഴ്ചകൾ ഒരുക്കി മാവേലിയെ വരവേൽക്കാൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? മാധവേട്ടന്റെ മോനെ ഈ ഓർത്തോ, ഈ വർഷങ്ങളായി ഇവിടുത്തെ ജനത ആചരിച്ചാഘോഷിക്കുന്ന ഒരു മഹോത്സവത്തെയാണ് ആക്ഷേപിക്കാൻ ഒരുങ്ങുന്നത്. ഈ ഒരു തീപ്പൊരി മാത്രം മതി കേരളം ആളിക്കത്താൻ. അതുകൊണ്ട് സൂക്ഷിച്ച് സംസാരിക്കണം. സ്വന്തം തന്തയെ ഇക്കണ്ട ജനങ്ങളുടെ മുന്നിൽ വെച്ച് അപമാനിച്ച പോലെ ഈ നാട്ടാർ ഒന്നടക മോശം. 24 മണിക്കൂറും കള്ളും കുടിച്ച് പാമ്പായി നടക്കുന്ന നിനക്ക് എന്താണ് അവിടെ കാര്യം? നക്ഷത്ര ദീപങ്ങൾ തിളങ്ങി ഇപ്പൊ പ്രശ്നം വരുന്നല്ലോ. എല്ലാരും ഹാപ്പി അല്ലേ? ഹാപ്പി ഓണം. അവരായി അവരെ പാടായത് വളരെ കാലങ്ങളായി നടത്തിവരുന്ന ഒരു സാംസ്കാരിക പരിപാടിയാണ് ഇവിടെ കൊളമാകുന്നത്. സാംസ്കാരിക പ്രവർത്തകനാണെന്നും പറഞ്ഞ് വെറുതെ ബാഡ്ജും കുത്തി പ്രസംഗിച്ച് നടന്നാൽ മാത്രം പോരാ. പ്രസംഗിക്കുന്നത് അല്പമെങ്കിലും പ്രവർത്തിച്ച് കാണിക്കണം. എന്റെ അച്ഛൻ ഇന്നേ വരെ പ്രസംഗിച്ചിട്ടില്ല, പ്രവർത്തിച്ചിട്ടേ ഉള്ളൂ. അതുകൊണ്ട് കൂടെ തന്നെയാ നിങ്ങളെപ്പോലെ വൃദ്ധസദനങ്ങളിൽ തള്ളാതെ ഞാൻ എന്റെ അച്ഛനെ നെഞ്ചോട് ചേർത്ത് നടക്കും. പാർട്ടി മീറ്റിങ്ങുകളിൽ നിന്നും കിട്ടുന്ന പരിപ്പുവട ആരും കാണാതെ പൊതിഞ്ഞു കൊണ്ടുവന്ന് അന്നത്തെ അത്താഴമാക്കി മാറ്റിയിട്ടുണ്ട് എന്റെ അച്ഛൻ, നിങ്ങളുടെ ഈ മാവേലി മാധവൻ. അന്ന് ഞങ്ങൾ 3 പേരും ഒരുമിച്ച് പങ്കിട്ട് കഴിച്ച ആ പരിപ്പുവടയുടെ എരിവുള്ള ഓർമ്മകൾ മാത്രം മതി എനിക്ക് എന്റെ അച്ഛനെ മരണം വരെ സംരക്ഷിക്കാൻ. ഓണവും വിഷുവും പെരുന്നാളും ഒക്കെ തിമിർത്ത് ആഘോഷിക്കുന്ന എത്രയെത്ര മക്കളുടെ അച്ഛനമ്മമാർ ഇപ്പോഴും അനാഥാലയങ്ങളുടെയും വൃദ്ധസദനങ്ങളുടെയും ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നുണ്ട്. എന്റെ വയറു നിറയെ അന്നം ഊട്ടാനും എനിക്ക് രുചിയുള്ള മധുരപലഹാരങ്ങൾ വാങ്ങിത്തരാനും എന്റെ അച്ഛന് കഴിഞ്ഞിട്ടില്ലായിരിക്കാം. എന്നാൽ അതെന്റെ അച്ഛന്റെ മാത്രം ഗതികേടല്ല, ഈ നാടിനെ കറകളഞ്ഞ് സ്നേഹിക്കുന്ന ഏതൊരാളുടെയും ഗതികേടാ. എന്നാൽ അലിവുള്ള സ്നേഹം ആവോളം എന്റെ മനസ്സിൽ കുത്തി നിറച്ച് തന്നിട്ടുണ്ട് എന്റെ ഈ അച്ഛൻ. ആ സ്നേഹത്തിന്റെ കുളിരുള്ള ഓർമ്മകൾ മാത്രം മതി എനിക്ക് എന്റെ അച്ഛനെ ഇനിയുള്ള കാലം സംരക്ഷിക്കാൻ. നിങ്ങൾക്കറിയോ, കുഞ്ഞായിരിക്കുമ്പോ ആട്ടുതൊട്ടിലിന് പകരം ആ നെഞ്ചത്തെന്നെ കമിഴ്ത്തി കിടത്തി നാടിന്റെ കഥകൾ പറഞ്ഞുറക്കും. കീറപ്പായയുടെ കീറാത്ത ഭാഗത്തെന്നെ ഉറക്കി കിടത്തി വാതിൽ തുറന്ന് എന്റെ അച്ഛൻ ഇരുട്ടിലേക്ക് മറയുമ്പോ
പട്ടിണി ഉറക്കം കെടുത്തിയ എൻ്റെ അമ്മയുടെ കണ്ണുകളിൽ ചുണ്ട് നനയ്ക്കാനുള്ള കണ്ണീര് പോലും ഉണ്ടായിരുന്നില്ല. പട്ടിണി കിടന്ന എൻ്റെ അമ്മ മരിച്ചത്. സമ്പത്ത് ഊട്ടി വളർത്തുന്ന മക്കൾക്കെന്നും സമ്പത്തിനെ മാത്രമേ സ്നേഹിക്കാൻ കഴിയൂ. കോടികൾ ഊട്ടി വളർത്തുന്നതിന് പകരം കുന്നിക്കുരുവോളം സ്നേഹം ഊട്ടിയിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇത്രയും വൃദ്ധസദനങ്ങൾ പെരുകില്ലായിരുന്നു. മാതാപിതാക്കളെ പൂജിക്കാൻ മറന്ന നിങ്ങൾക്ക് മാവേലി ആദരിക്കാൻ അവകാശമില്ല. പോകാം. മതി. അപ്പൊ പ്രാവശ്യത്തെ ഓണത്തിന് നമുക്ക് മാവേലി വേണ്ടേ? പിന്നെ പോണെങ്കിൽ പോട്ടെ. അല്ല പിന്നെ അപ്പൊ താ മാവേലി കിട്ടും. അടിച്ചില്ല, ഒരു പാട്ട് മിസ്സായി.